ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി എന്ന റിപ്പോർട്ടിലേക്കാണ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. 2016 ജനുവരി 28-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടി പീഡന വിവരം പറഞ്ഞതിന് തെളിവുകളുണ്ടെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഹാൻസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഈ കാലതാമസം സംബന്ധിച്ച് ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ കാലതാമസം സംബന്ധിച്ച് കോടതി ചോദ്യം ഉയർത്തിയിരുന്നു. പക്ഷേ ആ ചോദ്യം ഒട്ടും തന്നെ ഒരു വിമർശനമായ രീതിയിലല്ല. എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഇതിന് ഈ പരാതി ഉന്നയിക്കാൻ ഇത്രയും കാലമെടുത്തത് എന്ന രീതിയിൽ ഒരു ചോദ്യം ഉയർത്തിയിരുന്നു. ഈ ചോദ്യങ്ങൾക്കടക്കം ഉത്തരം നൽകുന്നതാണോ ഇപ്പോഴത്തെ കുറ്റപത്രം? തീർച്ചയായും സേതുലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിച്ച സമയത്തെല്ലാം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോവുകയും ജാമ്യാപേക്ഷ നൽകുകയും ചെയ്ത സാഹചര്യത്തിലെല്ലാം സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയും കാലം വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ മറുപടി അന്വേഷണ സംഘം ആ സമയത്ത് നൽകിയിരുന്നു. അത് പ്രധാനമായും ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ നടി ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഈ പീഡന വിവരം വെളിപ്പെടുത്തിയിരുന്നു അടക്കമുള്ള ശക്തമായ വാദങ്ങൾ അന്വേഷണ സംഘം കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചെങ്കിലും അത് കോടതി സ്വീകരിക്കാതെയായിരുന്നു ഇത്തരത്തിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സമഗ്രമായ ഒരു കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. 2016 ജനുവരി 28-ന് തിരുവനന്തപുരം മാർക്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചത്. ഇതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. യുവനടി ഹോട്ടലിലെത്തിയതിനും ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ സിദ്ദിഖ് ഈ സമയത്ത് ഹോട്ടലിലെത്തിയതായിട്ടുള്ള രജിസ്റ്ററിലുള്ള പകർപ്പുകളും കുറ്റപത്രത്തിൽ തയ്യാറായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പീഡിപ്പിക്കപ്പെട്ട ശേഷം യുവതി എറണാകുളത്തെത്തി ചികിത്സ നേടിയതിനും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാക്കി കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് നടിയെ പരിചയപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ പോലീസിന്റെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കോടതി കുറ്റപത്രം സമർപ്പിക്കും. ശരി ഹാൻസ്, വ്യക്തമാണ്.